മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കൂട്ടിലായ കടുവയെ പ്രദേശത്ത് നിന്നും മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചിട്ടില്ല. കളക്ടർ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സുൽത്താന എസ്റ്റേറ്റിന് സമീപത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ്. അവിടെ നിന്ന് കടുവയെ മാറ്റാൻ അനുവദിക്കില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം മന്ത്രി പറയുന്നത് കടുവയെ ഇനി കാട്ടിലേക്ക് തുറന്നുവിടില്ല, വനം വകുപ്പിന്റെ സംരക്ഷണയിലേക്ക് മാറ്റും. വിദഗ്ധ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയെന്ന് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അനുമോദം, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് നാട്ടുകാർ ഉയർത്തുന്ന വാദം? ഇവിടെ വലിയ പ്രതിഷേധമാണ് ഈ നാട്ടുകാർ ഉയർത്തുന്നത്. കാരണം കാലത്തൊക്കെ തന്നെ കടുവയും വന്യജീവികളെയും പിടികൂടിയിട്ട് ജനവാസ കേന്ദ്രത്തിനടുത്ത് അവരെ തുറന്നുവിടുന്നുവെന്ന പരാതിയാണ്, ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ദൂരേക്ക് കൊണ്ടുപോകണം, മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്ന് വരെ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. നേരത്തെ റേഞ്ചറും അതുപോലെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയും കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇതിനെ അമരമ്പലത്തുള്ള ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും വൈദ്യപരിശോധനകൾക്ക് ശേഷം അതിനെ ഈ മേഖലയിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോയി ഇടുകയോ മൃഗശാലയിലേക്ക് മാറ്റുകയോ വയനാട്ടിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ മാറ്റുകയോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതാ കടുവയുടെ കൂട് വാഹനത്തിലേക്ക് എടുത്തുയർത്തി വെക്കുകയാണ്. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കടുവയുടെ കൂട് ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഏറെ മണിക്കൂറുകൾ നീണ്ട സമവായ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കടുവയെ ഉള്ള ഈ കൂട് വാഹനത്തിലേക്ക് എടുത്തു വെക്കുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് ഇനി ഈ കടുവ ഈ പരിസരത്തുണ്ടാകില്ല, ജനവാസ മേഖലയിലേക്ക് അടുത്ത് കടുവയെ തുറന്നുവിടില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഒന്ന് ശമിച്ചിട്ടുള്ളത്, ഒന്ന് തണുത്തിട്ടുള്ളത്. ഇപ്പോൾ കടുവയുടെ കൂടിത ലോറിയിലേക്ക് എടുത്ത് കയറ്റുന്നതിന്റെ ദൃശ്യമാണ് തത്സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അമരമ്പലത്തേക്കായിരിക്കും കടുവയെ കൊണ്ടുപോവുക. അതിനുശേഷം കടുവയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, കൈക്കും തലയ്ക്കുമെല്ലാം കടുവയുടെ പരിക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ വൈദ്യപരിശോധന, ആരോഗ്യസ്ഥിതി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അടുത്ത ഘട്ട തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുക. എന്നാണെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന അധികൃതരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഈ പ്രദേശവാസികൾ അനുവദിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ഈ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് കടുവ കൂട്ടിലായത്. ഏതാണ്ട് 9 മണിയോടെ വനം വകുപ്പും പോലീസും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നെങ്കിലും കടുവയെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു പ്രദേശത്ത് തുറന്നുവിടില്ലെന്ന ഉറപ്പ് നൽകണമെന്ന് നാട്ടുകാർ ഒന്നാകെ ആവശ്യപ്പെടുകയായിരുന്നു. ജനകീയ പ്രതിഷേധമായിരുന്നു ഇവിടെ ഉണ്ടായത്. തുടർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് വനമന്ത്രിയുടെ ഉറപ്പുകൾക്ക് പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ കടുവയുടെ കൂട് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ നടപടികൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടുവയുടെ കൂട് ലോറിയിലേക്ക് കയറ്റുക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കടുവ കരുവാരക്കുണ്ട് വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റ് പ്രദേശത്താണ്, സുൽത്താന എസ്റ്റേറ്റിന്റെ എസ് വളവിലാണ് ഈ ഒരു കടുവ കൂട്ടിലായത്. ഇവിടേക്ക് എത്തിച്ചേരുക അതീവ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടുന്ന് കടുവയെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ശ്രമകരമായ, അതുപോലെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഏറെ നമുക്കറിയാം, ഒരു കടുവയുടെ ഭാരം മുകളിൽ ചുരുങ്ങിയെങ്കിലും അത്രയും വാഹനത്തിലേക്ക് കയറ്റുന്നു. കടുവയുടെ കൂട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി, ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി വാഹനത്തിലേക്ക്, ലോറിയിലേക്ക് കയറ്റുകയാണ്. പ്രതിഷേധിച്ച നാട്ടുകാരും ഇപ്പോൾ ഈ കടുവയുടെ കൂട് എടുത്തുയർത്തുന്നത് സഹായിക്കുന്നത് ഒരു ജനകീയ പ്രതിഷേധം ഇവിടെ ആശ്വാസത്തിലാണ്. നാട്ടുകാർ ഏറെക്കാലം 56-57 ദിവസത്തിന്റെ പരിശ്രമത്തിനൊടുവിലാണ് ഈ നരഭോജി കടുവ ഇപ്പോൾ കൂട്ടിലായത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ കടുവയെ കാണുകയും ആ മേഖലകളിലൊക്കെ CCTV ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കടുവയെ പിടികൂടാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധങ്ങൾ ഈ മേഖലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ 58 ദിവസങ്ങൾക്ക് ശേഷം, 58 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ കടുവയെ
കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. ആ കടുവയെ ഈ മേഖലയിലൊന്നും വരാൻ കഴിയാത്ത വിധം ദൂരെ തുറന്നു വിടണമെന്ന ഒരാവശ്യം, അത് നാട്ടുകാരുടെ ന്യായമായ ഒരാവശ്യം, അതിന് സർക്കാർ അനുവാദം നൽകി അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് നൽകി. തുടർന്നാണ് ഇപ്പോൾ കടുവയുടെ കൂട് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നത്. ഇനി അമരമ്പലത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്കായിരിക്കും ആദ്യം ഇതിനെ കൊണ്ടുപോവുക. അതിനുശേഷമാകും വൈദ്യപരിശോധനകളും മറ്റ് നടപടികളും പൂർത്തിയാക്കിയ ശേഷമാകും ഈ കടുവയെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഒന്നുകിൽ മൃഗശാലയിലേക്ക്, അതല്ലെങ്കിൽ വയനാട്ടിൽ കടുവകളുടെ ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന പിടികൂടുന്ന കടുവകളെ സംരക്ഷിക്കുന്ന ഇടമുണ്ട് വയനാട്ടിൽ, അവിടേക്ക് മാറ്റും. അതല്ലെങ്കിൽ പറമ്പിക്കുളം പോലെ ഈ ഒരു പ്രദേശത്തിന് ദൂരെ മറ്റ് നിബിഡ വനം ഉള്ള മേഖലകളിലേക്ക് മാറ്റും. അത്തരത്തിലുള്ള ഉറപ്പുകളാണ് സർക്കാരിന്റെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ പ്രധാനം കടുവയുടെ ആരോഗ്യ സ്ഥിതി തന്നെയാണ്. നിലവിൽ തന്നെ കടുവയുടെ കൈക്കും തലയ്ക്കുമെല്ലാം പരിക്കേറ്റ നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ കടക്കുക, വനം വകുപ്പ് കടക്കുക. നിലവിൽ ഈ ഒരു നാടിനൊന്നാകെ ആശ്വാസത്തിന്റെ ഒരു നിമിഷമാണ്. കാരണം ഈ നാടിനെ വിറപ്പിച്ച, ഈ നാടിനെ പേടി സ്വപ്നമായിരുന്ന നരഭോജി കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. ഈ നാട്ടിന് ഇനി അതിന്റെ ശല്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും ആളുകൾക്ക് ഉപദ്രവമാകുന്ന തരത്തിൽ ഈ കടുവ എത്തിച്ചേരുകയില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന വനംവകുപ്പിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതാ കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. വലിയ ആശ്വാസമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടും ജനകീയമായിട്ടും ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. നാടകീയമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. 58 ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ കടുവ കൂട്ടിലാകുമ്പോൾ വനംവകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ദൌത്യത്തിനു കൂടിയാണ് പരിസമാപ്തിയാവുന്നത്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ദൌത്യം വനംവകുപ്പിനെ സംബന്ധിച്ച്. കാളികാവിലെ റബ്ബർ ടാപ്പർ തൊഴിലാളിയായ ഗഫൂറിനെ കടിച്ചു കൊന്നതിന്റെ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ നാട്ടുകാരും പോലീസും വനംവകുപ്പും ഒക്കെ ഈ ഒരു ദൌത്യത്തിന് പിറകിൽ. ഒടുവിൽ അതിനെ കടുവയെ കൂട്ടിലായ കടുവയെ ഈ മേഖലയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ നാടിനൊന്നാകെ വലിയ ആശ്വാസമാകുന്ന ഒരു നിമിഷമാണിത്. എത്രമാത്രം ഭയപ്പെട്ടിരുന്നു സാധാരണക്കാരായ ആളുകളാണ് റബ്ബർ തൊഴിലാളിയൊക്കെ ജോലിക്ക് വരികയുന്ന ആളുകളാണ്. അവരെ സംബന്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, ഈ ഒരു മേഖല ഒന്നാകെ വലിയ ആശങ്കയിലായിരുന്ന നിമിഷങ്ങളായിരുന്നു, ദിവസങ്ങളായിരുന്നു ഇത്. അതിനൊക്കെ തന്നെ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഈ കടുവയെ പിടികൂടിയതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു മേഖലയെ സംബന്ധിച്ച് ഈ തരത്തിൽ ഈ ഒരു കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ്, അത് ഈ കടുവയെ ഈ പരിസരത്ത് തുറന്നുവിട്ട ഉറപ്പ്, അങ്ങനെയാണ് കടുവയുടെ ഇവിടുന്ന് നീക്കം ചെയ്യാൻ ഇപ്പോൾ നാട്ടുകാർ സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടുവയെ കൂട്ടിലാക്കി അത് ടാർപോളിൻ കൊണ്ട് മറച്ച് അതിനെ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സജിത്, അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനൊടുവിൽ ഇപ്പോൾ നരഭോജി കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയതാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ കടുവയെ അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന രീതിയിൽ ഇപ്പോൾ എന്തായാലും ചർച്ചകൾക്കൊടുവിൽ കടുവയെ കൊണ്ടുപോകാൻ സമ്മതിച്ചിരിക്കുന്നു. 58 ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് നരഭോജി കടുവ കാളികാവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരിക്കുന്നത്. നാടകീയമായ നിരവധി സംഭവ വികാസങ്ങൾ അതിനിടെ സംഭവിച്ചു. വനം വകുപ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായി. അതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ അത്രയും നീണ്ട ഒരു ദൗത്യം, ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇങ്ങനെ ഒരു ദൗത്യം ആദ്യമായാണ്. അത്രയേറെ നാൾ ആളുകളെ മുഴുവൻ ആശങ്കയിലാക്കി ഒരു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊന്നതു മുതലാണ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചത്. പല സമയത്തും കടുവ തൊട്ടരികിൽ തന്നെ ഉണ്ട് എന്നറിയാമായിരുന്നു. പക്ഷേ അപ്പോഴും
കടുവയെ പിടിക്കാനുള്ള ദൗത്യം വിജയിച്ചില്ല. ഒടുവിൽ 58 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ നരഭോജി കടുവ കൂട്ടിലായി. ഇപ്പോൾ ആ കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, രാവിലെ തൊട്ട് നമ്മൾ കാണുന്നത് ഈ രീതിയിൽ ആളുകൾ തടിച്ചുകൂടി അത്രയേറെ ദിവസങ്ങളിൽ അവർ വലിയ സമ്മർദ്ദത്തിലും വലിയ ഭീതിയിലും ഒക്കെയായിരുന്നു. സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ആഹ്ലാദാരവം ഒക്കെ കാണാം. എന്തൊക്കെയായിരുന്നു ഈ ഒരു ഇങ്ങനൊരു സമവായത്തിലേക്ക് നാട്ടുകാരെ എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അനുമോദിലേക്ക് മടങ്ങിയെത്താം. അവിടെ വലിയ തിരക്കുണ്ട്, ആൾക്കൂട്ടമുണ്ട്. രാവിലെയാണ് ഈ നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങിയ വിവരം അറിയുന്നത്. അപ്പോൾ തൊട്ട് നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അത്രയേറെ ദിവസങ്ങളായി അവരുടെ ഉറക്കം കെടുത്തുന്ന ആ കടുവയെ പിടികൂടിയിരിക്കുകയാണ്. കടുവയെ അവിടെ നിന്ന് വെറുതെ കൊണ്ടുപോകാൻ കഴിയില്ല, വീണ്ടും ആ കടുവ വരും എന്നൊരു ഭീതിയാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെ എത്തി നാട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷമാണ് കടുവയെ കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചത്. ആഹ്ലാദാരവത്തോടെ ആ തീരുമാനം അംഗീകരിക്കുന്ന നാട്ടുകാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 58 ദിവസമാണ് വനം വകുപ്പ് ഈ കടുവയ്ക്കായി വലിയ തെരച്ചിൽ അവിടെ കാളികാവിൽ നടത്തിയത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, എന്ത് സമവായ ഫോർമുലയാണ് ഈ നാട്ടുകാർക്ക് മുന്നിലേക്ക് ഉദ്യോഗസ്ഥർ വെച്ചത്? എങ്ങനെയാണ് അവർ അവസാനം ഈ പ്രതിഷേധത്തിനൊടുവിൽ ഈ തീരുമാനം അംഗീകരിച്ചത്? ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കടുവയെ കൊണ്ടുപോകാൻ സംബന്ധിച്ചത്. ഇവിടെ നിന്ന് അനുമോദിന്റെ ശബ്ദം അത്ര